ഈ ഒരു ഡ്രാമ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്തോ. എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അതും കമൻറ്റ് ചെയ്തോ. അതുമാത്രമല്ല, ഈ ഒരു ഡ്രാമ ഒരു അടിപൊളി കോമഡി ഡ്രാമയാണ്. ഇനി വരുന്ന എപ്പിസോഡ്സ് മൊത്തം നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നു എനിക്ക് നല്ല വിശ്വാസമുണ്ട്. പിന്നെ നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ രണ്ടും ഒന്ന് ചെയ്യണേ. എന്നാലും മാത്രമല്ലേ നമ്മളെ ചാനലാണെങ്കിൽ ഗ്രോത്ത് ചെയ്യുള്ളൂ. അപ്പോൾ അധികം ഒന്നും പറയണ്ടേ, ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഗൂന്റെ മുന്നിൽ പെട്ടി നിൽക്കുന്ന നമ്മളെ പെണ്ണിനായിരിക്കും. അവളാണെങ്കിൽ മനസ്സിൽ പറയും, ഭഗവാനെ ഞാൻ പെട്ടി, ഇവന്റെ മുന്നിൽ ഇനി ഒന്നും അഭിനയിച്ചിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന അതേ ടൈം ആയിരിക്കും അവനാണെങ്കിൽ വന്നിട്ട് ഇവന്റെ കൈമിലത്തെ ആ ഒരു കോഫിയിലെ അതും എടുത്തിട്ട് പോകുന്നുണ്ടാവുക. എന്നിട്ട് അവനാണെങ്കിൽ പറയും, ഞാൻ ഇങ്ങനെ മിൽക്കല്ലേ ഓർഡർ ചെയ്തത്, നീ എന്തിനാ ഇതും എടുത്തിട്ട് വന്നേന്ന് ചോദിക്കുന്നുണ്ടാവുമായിരിക്കും. അവളാണെങ്കിൽ ഡെലിവറി ഗേളിനെ പോലെ എന്തല്ലോ കള്ളത്തരം പറയാൻ നിൽക്കുന്ന അതേ ടൈം ആയിരിക്കും ശരിക്കുള്ള ഡെലിവറി ഗേൾ വരുന്നുണ്ടാവുക. നമ്മളെ പെണ്ണാണെങ്കിൽ ഇനി ഒന്നും ചെയ്യാൻ പറ്റൂല, നൈസായിട്ട് ഇവിടുന്ന് മുങ്ങേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ മുങ്ങാ നോക്കുന്ന ടൈമായിരിക്കും നമ്മളെ ചെക്കൻ്റെ സ്റ്റാഫ് ആണെങ്കിൽ അവളെ ഇതുപോലെ പൊതിയുന്നുണ്ടാവുക. എന്നിട്ട് അവളോടാണെങ്കിൽ 100 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടാവുമായിരിക്കും. ആണെങ്കിൽ ഒന്നിന് ആൻസർ പറയാൻ പറ്റുന്നുണ്ടാവില്ലേ. ഈ കുരുപ്പങ്ങളാണെങ്കിൽ ഒരു ഗ്യാപ്പ് കൊടുത്താലല്ലേ ആൻസർ പറയാൻ പറ്റുള്ളൂ. 100 ചോദ്യങ്ങൾ ഓരോ ചെക്കന്മാർ ചോദിക്കുന്നുണ്ടാവുമായിരിക്കും. അവസാനം അവളൊരു ട്രിക്ക് എടുക്കും. അവളാണെങ്കിൽ പറയും, ഞാൻ ഇവിടെ ജോബിന് വന്നതാണ്, ഇതാ എൻ്റെ റെസ്യൂം എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്യൂം ആണെങ്കിൽ ഗൂന് കൊടുക്കുന്നുണ്ടാവുമായിരിക്കും. ഇവളാണെങ്കിൽ റെസ്യൂം കൊടുക്കുന്ന ടൈം അവിടെയുള്ള ചെക്കന്മാർക്ക് ഭയങ്കര സന്തോഷവും. കാരണം എന്ന് വെച്ചാൽ ഇത്രകാലം ഇവർ ചെക്കന്മാർ മാത്രമായിരിക്കും ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ടാവുക. ഇവക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു പെണ്ണായല്ലോ, അതിന്റെ സന്തോഷത്തിലായിരിക്കും അവരുണ്ടാവുക. പക്ഷെങ്കിൽ ഗു ആണെങ്കിൽ പറയും, ഇത്രകാലം ഇവിടെ പെമ്പിളറൊന്നും വർക്ക് ചെയ്തിട്ടില്ല, ഇനിയും ഇവിടെ പെമ്പിളറെ വർക്ക് ചെയ്യാൻ നമ്മൾ താല്പര്യപ്പെടുന്നില്ല, അതുകൊണ്ട് നീ പോയിക്കോന്നു പറയും. കേൾക്കുമ്പോൾ ചെക്കന്മാർക്ക് നിരാശയായില്ലേ. അവന്മാരാണെങ്കിൽ നമ്മളെ ഫെയിനെ ചൂട് കയറ്റിട്ട് ഗൂനെ ചൂട് കയറ്റാൻ പറയും. ഫെയ് ആണെങ്കിൽ നമ്മൾ ഗൂനോട് ഇവക്ക് ഒരു ചാൻസ് കൊടുക്കുന്ന പറയുന്ന ടൈം ഗു ആണെങ്കിൽ പറയും, റൂൾ എന്ന് വെച്ചാൽ റൂളാണ്, ഇവിടെ ഇനി മുതൽ പെമ്പിളർ പണി എടുക്കേണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളെ പെണ്ണിനെ അവിടുന്ന് പറഞ്ഞു വിടുന്നുണ്ടാവുമായിരിക്കും. അവളാണെങ്കിൽ സങ്കടത്തിൽ പോകാൻ നിൽക്കുന്ന ടൈം ആയിരിക്കും. ഒരാളാണെങ്കിൽ ആരോ വിളിച്ചിട്ട് എന്തോ ഒരു സംഭവം പറയുന്നത് കേൾക്കുന്നുണ്ടാവും. എന്തോ ഒരു പ്രശ്നമാണ്. നമ്മളെ പെണ്ണാണെങ്കിൽ എന്നാ പ്രശ്നം എന്ന് ചോദിക്കുന്ന ടൈം അയാളാണെങ്കിൽ പറയും, കാർ പാർക്കിങ്ങിലാണെങ്കിൽ ഒരു കുട്ടിയാണെങ്കിൽ കാറിൻ്റെ ഉള്ളിൽ പെട്ടുപോയിട്ടുണ്ടാവുമായിരിക്കും. ആ കുട്ടീൻ്റെ അച്ഛനും അമ്മയാണെങ്കിൽ എവിടത്തേക്കോ പോയിട്ടുണ്ടാവുമായിരിക്കും. കുട്ടി ഒരേ കരച്ചിലായിരിക്കും. ആ ഒരു കാര്യം നമ്മുടെ ഈ ഒരാളാണെങ്കിൽ നമ്മളെ പെണ്ണിനോട് പറയും. പെണ്ണാണെങ്കിൽ നേരെ താഴോട്ടേക്ക് പോകുന്നുണ്ടാവുമായിരിക്കും. ആണെങ്കിൽ താഴെ പോയിട്ട് നോക്കുന്ന ടൈം കുട്ടിയാണെങ്കിൽ ഒരേ കരച്ചിലായിരിക്കും, അച്ഛനും അമ്മേനെയും കാണണമെന്ന് പറഞ്ഞിട്ട്. അതേ സ്ഥലത്ത് നമ്മളെ ഗൂം വരുന്നുണ്ടാവുമായിരിക്കും. അപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവുമായിരിക്കും. അതിലൂടെ നമ്മളെ പെണ്ണാണെങ്കിൽ മാക്സിമം ആ ഒരു കുഞ്ഞു ചെക്കനെ കംഫർട്ട് ആക്കാൻ നോക്കുന്നുണ്ടാവുമായിരിക്കും. പക്ഷേ കുഞ്ഞു മോനല്ലേ, അവനോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. അതേ ടൈം ആയിരിക്കും അവളാണെങ്കിൽ അവിടെ ഒരു AI പ്രവർത്തിക്കുന്ന എന്തോ ഒരു സ്പീക്കർ കാണുന്നുണ്ടാവുക. അപ്പൊ അവളാണെങ്കിൽ നമ്മളെ ഗൂനോട് പറയും, നിങ്ങൾക്കാണെങ്കിൽ AI ടെക്നോളജിനെ കൊണ്ട് നല്ലോണം അറിയില്ലേ, നിങ്ങളാണെങ്കിൽ ആ ഒരു മിഷൻ ഹാക്ക് ചെയ്യുന്നു പറയേ. അവനാണെങ്കിൽ ഇവിടെ എന്നാ പറയുന്നതെന്ന് ഫസ്റ്റ് മനസ്സിലാവുന്നുണ്ടാവില്ല. പെട്ടെന്നായിരിക്കും അവനാണെങ്കിൽ ആ ഒരു സ്പീക്കർ കാണുന്നുണ്ടാവുക. എന്നിട്ട് അവനാണെങ്കിൽ പറയും, സ്പീക്കർ ആണെങ്കിൽ നമ്മൾ പറയുന്ന കാര്യം കേട്ടിട്ട് നമ്മൾ പറയുന്നത് പോലെ ചെയ്യും, അതുകൊണ്ട് തന്നെ എല്ലാവരും ആ ഒരു സ്കൈ ഡോർ ഉണ്ടാവില്ലേ അതിങ്ങനെ തുറക്കാൻ പറയുന്നുണ്ടാവുമായിരിക്കും. അപ്പൊ നമ്മളെ പെണ്ണാണെങ്കിൽ പറയും, ഞാൻ പറയാന്ന് പറയും. സംഭവം ഈ ഒരു വിൻഡോനാണെങ്കിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവുമായിരിക്കും. അതിന്റെ ഉള്ളിലൂട്ടിയായിരിക്കും അവളാണെങ്കിൽ പറയുന്നുണ്ടാവുക. എന്റെ കരച്ചിലുള്ളത് കൊണ്ട് തന്നെ ഫസ്റ്റ് ആണെങ്കിൽ ആ ഒരു സംഭവം ഇത് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടാവില്ലേ. പിന്നെ നമ്മളെ പെണ്ണ് നല്ല സൗണ്ടിൽ പറയുന്ന ടൈം ആയിരിക്കും ഇതാണെങ്കിൽ റെക്കഗ്നൈസ് ചെയ്തിട്ട് ആ ഒരു സ്കൈ ഡോർ ഉണ്ടാവില്ല അത് തുറക്കുന്നുണ്ടാവുക. നമ്മളെ പെണ്ണാണെങ്കിൽ അതിൻ്റെ ഉള്ളിലോട്ട് അകത്തേക്ക് കയറുന്നുണ്ടാവുമായിരിക്കും. അപ്പൊ ഇവര് പുറത്തുള്ള ആൾക്കാരെല്ലാം കുട്ടീനെ രക്ഷിക്കാൻ പറ്റുന്നുള്ള രീതിയിൽ ഒച്ചപ്പാടാക്കുന്നുണ്ടാവുമായിരിക്കും. പക്ഷേ കുഞ്ഞുമക്കാണെങ്കിൽ ഒച്ചപ്പാട് കേൾക്കുമ്പോൾ പിന്നെയും കരച്ചിൽ വരുമല്ലോ. അപ്പൊ ഇവളാണെങ്കിൽ എല്ലാവരോടും പറയും, മിണ്ടാണ്ട് നിൽക്ക്, ഞാൻ കുഞ്ഞിനെ പുറത്തെടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് ഞാനോട് പറയും, ഒരു കാര്യം അറിയാം, നിന്റെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞതിന് നിങ്ങൾ രണ്ടാളും ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുന്നതാണ്, നീ ഇവിടെ ഹൈഡായിട്ടല്ലേ ഉള്ളത്, നീ ഇങ്ങനെ ഒച്ചപ്പാടാക്കിയാൽ എങ്ങനെയാ, കരച്ചിലെല്ലാം നിർത്തുന്നു പറയേ. അപ്പൊ കുഞ്ഞനാണെങ്കിൽ പറയും, ഓ അങ്ങനെയാണോ, അമ്മ എൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞൻ ഓക്കെ ആകുന്നുണ്ടാവുമായിരിക്കും. എന്നിട്ടായിരിക്കും അവളാണെങ്കിൽ ആ ഒരു കുഞ്ഞനെ പുറത്തേക്ക് എടുക്കുന്നുണ്ടാവുക. മാത്രല്ലേ അപ്പത്തേക്ക് കുഞ്ഞന്റെ അമ്മ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുമായിരിക്കും. അമ്മയാണെങ്കിൽ വന്നിട്ട് നമ്മളെ പെണ്ണിനെ ഭയങ്കരമായിട്ട് പ്രശംസിക്കുന്നുണ്ടാവുമായിരിക്കും. ഈ ഒരു സംഭവം നമ്മളെ ഗോ നോട്ടീസ് ചെയ്യുന്നുണ്ടാവുമായിരിക്കും. ചെക്കൻ എന്തെങ്കിലും ഇഷ്ടം വന്നോന്ന് നമുക്ക് അറിയില്ല. അങ്ങനെ നമ്മളെ ഡേ ആണെങ്കിൽ ജോബ് ഒന്നും കിട്ടാണ്ട് ഭയങ്കര സങ്കടത്തിൽ പോകുന്നുണ്ടാവുമായിരിക്കും. ഈ ഒരു സംഭവം ആണെങ്കിൽ നമ്മളെ ഗോ നോട്ടീസ് ചെയ്യുന്നുണ്ടാവുമായിരിക്കും. പിന്നെ നമ്മൾ കാണുന്നത് നമ്മളെ ഗൂന്റെ ഓഫീസിലെ അങ്ങോട്ടേക്കാണെങ്കിൽ നമ്മളെ പെണ്ണ് പോകുന്നതായിരിക്കും. ഇവളെ കണ്ടപാട് അവിടെയുള്ള ചെക്കന്മാരെ എക്സ്പ്രഷൻ ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക. അവളാണെങ്കിൽ എല്ലാവർക്കും ഒരു ചിരി പാസ്സാക്കി കൊടുക്കുന്നുണ്ടാവുമായിരിക്കും. അങ്ങനെ അവൾ അവിടെ ഇരിക്കുന്ന ടൈം നമ്മുടെ ഷീ ചെക്കനിലെ അവനാണെങ്കിൽ എന്തെല്ലാം ഇന്റർവ്യൂ എടുക്കാൻ പോകുന്നത് ആ ഒരു കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മളെ പെണ്ണിന് ഒരു ക്ലൂ കൊടുക്കുന്നുണ്ടാവുമായിരിക്കും. പക്ഷേ നമ്മളെ പെണ്ണാണെങ്കിൽ അതൊന്നും വായിച്ചു നോക്കുന്ന വരെ ഉണ്ടാവില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എടുത്തിട്ട് വായിക്കാനുള്ളൊരു ടൈം കിട്ടിയിട്ടുണ്ടാവില്ല. അതിനെയും കാട്ടി മുന്നേ ഇവളെ ഇന്റർവ്യൂ
ചെയ്യേണ്ടിട്ട് നമ്മളെ ഗു വന്നിട്ടുണ്ട് അവർക്ക്. കാരണം ഇവളെ സങ്കടം എന്നാന്ന് അവന് മനസ്സിലായിട്ടോ എന്നാന്ന് തോന്നേ. വാട്ട് എവർ ഇറ്റ് ഈസ്, എനിക്കൊന്നും സംഭവം എന്നറിയില്ല അവന്റെ മനസ്സ് മാറാനുള്ള കാരണം. ഇന്റർവ്യൂ ആണെങ്കിൽ തുടങ്ങി ഇവളെ ഇന്റർവ്യൂവിൽ ഇവള് പാസ്സാകുമോ ഇല്ലേന്ന് അറിയേണ്ടിട്ട് എല്ലാ ചെക്കന്മാരും നോക്കി നിൽക്കുന്നുണ്ട് അവർക്ക്. പക്ഷെ ഇവര് ചോദിക്കുന്ന ചോദ്യത്തിനൊന്നും അവക്കാണെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പറയാൻ പറ്റുന്നുണ്ടാവില്ല. അവളെ ആൻസർ കേൾക്കുമ്പോൾ നമ്മളെ ഗൂ തന്നെ അറിയാണ്ട് ചിരിച്ചു പോകുന്നുണ്ട് അവർക്ക്. അവക്ക് മനസ്സിലായ അവളിങ്ങനെ ഫെയിൽ ആകാൻ പോകുന്നതെന്ന്. അങ്ങനെ അവസാനമായിട്ട് ഇവരൊരു ചോദ്യം ചോദിക്കും. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലിയിലത്തെ ഒരാൾ മരിക്കാൻ പോകുന്നതാണ്. അപ്പൊ അവരോട് നിങ്ങൾ ആ ഒരു ടൈം എന്തെല്ലാം പറയുമെന്നായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അതിൽ 3 ഓപ്ഷൻ ഉണ്ടാവുമായിരിക്കും. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കേ വേണ്ട, ഉറപ്പായിട്ട് നിങ്ങൾ രക്ഷപ്പെടും. രണ്ടാമത്തേതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാൻ പോയിട്ട് ഡോക്ടറെ വിളിച്ചിട്ട് വരാമെന്ന് പറയുന്നത്. മൂന്നാമത്തേതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ കൂടെയിട്ട് നിങ്ങൾ പേടിക്കേ വേണ്ട എന്നുള്ളതായിരിക്കും. എന്നിട്ട് അവരാണെങ്കിൽ ചോദിക്കും ഈ 3 ആൻസറിൽ നീ ഏതാ സെലക്ട് ചെയ്യാന്ന് ചോദിക്കുന്ന ടൈം അവളാണെങ്കിൽ പറയും ഞാൻ ഇതിൽ 3 സെലക്ട് ചെയ്യൂല എന്ന് പറയാ. ഇത് കേൾക്കുന്ന ടീമിനെ അവിടെയുള്ള ചെക്കന്മാർക്ക് സങ്കടമാവും. കാരണം ഇവളാണെങ്കിൽ ഔട്ടാകാൻ പോകുന്നതെന്ന് അവർക്ക് അറിയായിരിക്കും. എന്നിട്ട് അവനാണെങ്കിൽ ചോദിക്കും പിന്നെ നീ എന്നാ പറയുമോ എന്ന് ചോദിക്കുന്ന ടൈം അവളാണെങ്കിൽ പറയും ഞാൻ വേറൊന്നും ചെയ്യൂല, ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഞാനാണെങ്കിൽ ആ മരിക്കാൻ കിടക്കുന്ന അയാളെ കൈ പിടിച്ചിട്ട് എൻ്റെ കണ്ണിനെ കൊണ്ട് അയാളോട് പറയും ഞാൻ നിങ്ങളെ കൂടിയിട്ട് പേടിക്കേ വേണ്ടെന്ന് പറയും. അതിൽ ഉറപ്പായിട്ട് ആ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഒരു കോൺഫിഡൻസ് വരുമെന്ന് പറയേ. ഇതേ ടൈം നമ്മളെ ഗൂച്ചേക്കനാണെങ്കിൽ പണ്ട് നടന്ന എന്തോ ഒരു സംഭവം മിന്നി മറയുന്നത് പോലെ ആലോചിക്കുന്നുണ്ടാവുമായിരിക്കും. ഒരു ഹോസ്പിറ്റൽ സംഭവമായിരിക്കും ആലോചിക്കുന്നുണ്ടാവുക. ഈ ഒരു പ്രസന്റിൽ വരുന്ന ടൈം ഗു ആണെങ്കിൽ പറയും നിങ്ങൾ ഒരു ക്വസ്റ്റ്യനും ആൻസർ പറഞ്ഞിട്ടില്ല എന്ന് പറയേ. ഇതെല്ലാം കേൾക്കുന്ന ടൈം നമ്മളെ പെണ്ണിനെയും കാട്ടി സങ്കടം അവിടെയുള്ള ചെക്കന്മാരിക്കായിരിക്കും. നമ്മളെ പെണ്ണാണെങ്കിൽ അവള് തോറ്റെന്ന് വിചാരിച്ചിട്ട് പോകാൻ നിൽക്കുന്ന അതേ ടൈമായിരിക്കും ഗു ആണെങ്കിൽ പറയുന്നുണ്ട് അവൻ നാളെ 9 മണിക്ക് വന്നിട്ട് ഇവിടെ ജോയിൻ ചെയ്തോന്നെ. ഇത് കേൾക്കുമ്പോൾ ഉയന്റെ അപ്പ ഒന്നും പറയണ്ട, അവിടെയുള്ള ചെക്കന്മാർക്കെല്ലാം ഭയങ്കര സന്തോഷമാവേ. നമ്മളെ പെണ്ണിന്റെ കഥ ഞാൻ പറയണ്ടല്ലോ, അവക്കും ഒരുപാട് ഹാപ്പി ആകും. രാത്രി ആകുന്ന ടൈം നമ്മളെ പെണ്ണിന്റെ ലുക്കെല്ലാം മാറുന്നുണ്ടാവുമായിരിക്കും. അവള് രാത്രി ഡേ ആയിരിക്കും. അങ്ങനെ അവളാണെങ്കിൽ അവള് വർക്കിന് പോകാൻ നിൽക്കുന്ന ടൈമായിരിക്കും. അവിടുന്ന് എല്ലാവരും പുറത്തേക്ക് ഓടിപ്പോകുന്നുണ്ടാവുക. സംഭവം എന്നായിരിക്കും അവിടുന്ന് ആണെങ്കിൽ എന്തൊരു ഫയർ ഐറ്റം വന്നിട്ട് ഫുൾ അലാറം അടിക്കുന്നുണ്ടാവുമായിരിക്കും. നമ്മളെ പെണ്ണാണെങ്കിൽ നേരെ ലിഫ്റ്റിൽ കയറിയിട്ട് പോകാൻ നിൽക്കുന്ന അതേ ടൈമായിരിക്കും ഗു ആണെങ്കിൽ അവളെ പിടിച്ചിട്ട് പറയുന്നുണ്ടാവുക ഇതുപോലത്തെ സംഭവങ്ങൾ നടക്കുന്ന ടൈം ലിഫ്റ്റിൽ പോകാൻ പാടില്ല എന്ന്. നമ്മളെ പെണ്ണാണെങ്കിൽ ഇവനെന്നെ പൊക്കി 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 എന്നുള്ളൊരു ഭാവത്തിലായിരിക്കും നിൽക്കുന്നുണ്ടാവും. പക്ഷെ ഗു ആണെങ്കിൽ ഇവളെ അറിയുന്ന രീതിയിലേ പെരുമാറുന്നുണ്ടാവില്ല. അപ്പൊ നമ്മളെ പെണ്ണാണെങ്കിൽ നിനക്കെന്നെ മനസ്സിലായിട്ടില്ലേ എന്ന് ചോദിക്കുക. അതേ ടൈം അവനാണെങ്കിൽ ഇപ്പൊ നീ ആരുടെ എന്ന് ചോദിക്കുക. അതേ ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ അവളെ മാല കാണിച്ചു കൊടുക്കും. അത് കാണുന്ന ടൈം ഇവനാണെങ്കിൽ ഇവളെ മനസ്സിലാവുന്നുണ്ടാവുമായിരിക്കും. ഇവനാണെങ്കിൽ ഒരു അസുഖമുണ്ട്, എല്ലാരെയും ഒരേപോലെ തോന്നും, അതായത് ഈ ഒരു പെമ്പിളറ. അപ്പൊ നമ്മളെ പെണ്ണിനാണെങ്കിൽ മനസ്സിലാവുന്നുണ്ടാവുമായിരിക്കും ഇവൻ ഇങ്ങനത്തെ ഒരു അസുഖം ഉണ്ട്. അപ്പൊ അവളാണെങ്കിൽ പറയും ഇതുപോലത്തെ അസുഖമുള്ള ആൾക്കാരെ TV-യിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ, നിനക്കും ഇതുപോലത്തെ അസുഖം ഉണ്ടല്ലേ അങ്ങനെ ഇങ്ങനെ നോക്കാൻ പറഞ്ഞിട്ട് അവനെ ചൊറിഞ്ഞോട് നിൽക്കുന്നുണ്ടാവുമായിരിക്കും. അവനാണെങ്കിൽ ദേഷ്യം പിടിക്കുന്നുണ്ടാവുമായിരിക്കും. അവനാണെങ്കിൽ പറയും എനിക്കിങ്ങനെ പെമ്പിളറെ തിരിച്ചറിയാണ്ടൊന്നുമില്ല, നീ പറയുന്ന പോലത്തെ വലിയ അസുഖമൊന്നുമല്ല, എനിക്ക് കുറച്ച് കൺഫ്യൂഷൻ ആകും അത്രേ ഉള്ളൂ എന്ന് പറയേ. അപ്പൊ അവളാണെങ്കിൽ മനസ്സിൽ പറയും ഓ മൈ ഗോഡ് ആ ഒരു കാര്യം നന്നായി, ഇവൻ ഇനി ഒരിക്കലും എന്നെ പിടിക്കാൻ പോകുന്നില്ല എന്നൊരു ഭാവമില്ല, അങ്ങനത്തെ ഒരു ഭാവത്തിലായിരിക്കും അവളുണ്ടാവുക. എന്നിട്ട് അവളാണെങ്കിൽ അവനോട് 100 ചോദ്യം ചോദിക്കുന്നുണ്ടാവുമായിരിക്കും. അവനാണെങ്കിൽ ഇവൾ എന്തിനാ ഭഗവാനെ രക്ഷപ്പെടുത്തിയെന്നുള്ളൊരു ഭാവമില്ല, അങ്ങനത്തെ ഒരു ഭാവത്തിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. ഇവളെ ഇറിറ്റേഷൻ സഹിക്കാൻ കഴിയാണ്ട് അവളെ അവിടെ വിട്ടിട്ടായിരിക്കും ഇവൻ അവിടുന്ന് പോകുന്നുണ്ടാവുക. നമ്മളെ പെണ്ണാണെങ്കിൽ കോളേജ് എല്ലാം കഴിഞ്ഞിട്ട് അവളെ കോളേജ് ഹോസ്റ്റലിൽ വരുന്നുണ്ടാവുമായിരിക്കും. അവിടെ ലാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രണ്ട് ഉണ്ടാവുമായിരിക്കും. അവക്കാണെങ്കിൽ കുറേ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടാവുമായിരിക്കും. കാരണം അവളെ കാണാൻ ഭയങ്കര ക്യൂട്ടായത് കൊണ്ട് തന്നെ അവിടെയുള്ള ചെക്കന്മാർ മൊത്തം ഇവക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടാവുമായിരിക്കും. ഇതേ ടൈമായിരിക്കും നമ്മളെ പെണ്ണിന് ഒരു ഐഡിയ കിട്ടുന്നുണ്ടാവുക. കാരണം നമ്മളെ ഡേ ആണെങ്കിൽ ഇതുവരെ ആര് പ്രണയിച്ചിട്ടുണ്ടാവില്ലേ, അതിന്റെ എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ ലാൻ അങ്ങനെയല്ല, അവളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അവളാണെങ്കിൽ അവളെ അനുഭവം പോലെയല്ലാണ്ട് അവളെ ഫ്രണ്ടിനാണെങ്കിൽ ഒരു ഹാൻഡ്സ് ആയിട്ടുള്ള ഒരു ചെക്കൻ ഇഷ്ടമാണ്. പക്ഷെ ആ ഒരു ചെക്കനാണെങ്കിൽ അവളെ മൈൻഡ് ആക്കുന്നില്ല. അപ്പൊ നമ്മൾ എങ്ങനെ അവനെ വളച്ചെടുക്കുമെന്ന് ചോദിക്കുന്നുണ്ടാവുമായിരിക്കും. അപ്പൊ ലാൻ ആണെങ്കിൽ പറയും അങ്ങനെയാണെങ്കിൽ നമ്മൾ പെമ്പിളർ ചെക്കന്മാരെ പിന്നാലെ തന്നെ നടന്നിട്ടുണ്ടെങ്കിൽ ചെക്കന്മാർക്ക് നമ്മളെ ഒരു വിലയും ഉണ്ടാവില്ല. നമ്മൾ ഫസ്റ്റ് അവരെ മൈൻഡ് ആക്കാണ്ട് നിൽക്കണം, എന്നാലും മാത്രമേ ആ ഒരു ചെക്കനാണെങ്കിൽ നിങ്ങളെ നല്ല നിന്റെ ഫ്രണ്ടിനെ വില ഉണ്ടാവുള്ളൂ എന്ന് പറയേ. അപ്പൊ ഈ പറഞ്ഞോണ്ട് നിൽക്കുന്ന ടൈം നമ്മളെ പെണ്ണ്, അതായത് ഡേ ആണെങ്കിൽ അവളെ അനുഭവം പോലെ പറഞ്ഞോണ്ട് നിൽക്കുന്നുണ്ടാവുമായിരിക്കും. അത് കേൾക്കുന്ന ടൈം ലാൻ ആണെങ്കിൽ പറയും സത്യം പറയടി, നീ അല്ലേ ഒരു ചെക്കനെ പ്രണയിക്കുന്നതെന്ന് പറയും. നമ്മളെ പെണ്ണാണെങ്കിൽ ഞാൻ അങ്ങനെ ആരും പ്രണയിക്കുന്നൊന്നുമില്ല, ഞാൻ ആരും പ്രണയിക്കൂല എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കുന്നുണ്ടാവുമായിരിക്കും. പക്ഷെ ലാൻ ആണെങ്കിൽ സംഭവം കാട്ടുന്നുണ്ടാവുമായിരിക്കും. അപ്പൊ ലാൻ ആണെങ്കിൽ പറയും നിനക്ക് ആരെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ നീ അത് കാണിക്കാനേ പാടില്ല, കുറച്ചു കാലം നീ അയാളെ വാച്ച് ചെയ്യുക, എന്നിട്ട് അയാളെ മുന്നിൽ ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഇട്ടിട്ട് നടക്കുക. ആ ഒരു ടൈം ആ ഒരു ചെക്കനാണെങ്കിൽ നിന്റെ മേലെ എന്തെങ്കിലും ഒരു അട്രാക്ഷൻ ഉണ്ടായി തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നീ അടുത്തൊരു മൂവ് ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ
പറഞ്ഞിട്ട് ഒരു അടിപൊളി ട്രിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവർക്ക്. നമ്മളെ പെണ്ണും ഭയങ്കര ഹാപ്പി, നാളെ തൊട്ടിട്ട് അവരെ വളക്കാലോ എന്നുള്ള രീതിയിലായിരിക്കും അവളാണെങ്കിൽ പോകുന്നുണ്ടാവുക. ഏ ദിവസം അവളാണെങ്കിൽ ഇതുപോലെ ഭയങ്കര ഹാപ്പി ആയിട്ടായിരിക്കും ഓഫീസിലേക്ക് പോകുന്നുണ്ടാവുക. കാരണം ഇന്നലെ അവളെ ഫ്രണ്ട് പറഞ്ഞു കൊടുത്ത ടിപ്പെല്ലാം അവളെ മൈൻഡിലുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അവളാണെങ്കിൽ ഓഫീസിൽ എത്തിയപാട് അവിടെയുള്ള മാനേജർ പെണ്ണാണെങ്കിൽ ഓരോരുത്തരെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അവർക്ക്. 1 എന്ന് വെച്ചാൽ നമ്മളെ ഷീഫയായിരിക്കും, 2 എന്ന് വെച്ചാൽ യുവാൻ ആയിരിക്കും, 3 എന്ന് വെച്ചാൽ ബിൻ ആയിരിക്കും, 4 എന്ന് വെച്ചാൽ മാസ്റ്റർ കായായിരിക്കും. എല്ലാവരും അവളെ പരിചയപ്പെട്ടിട്ടാണെങ്കിൽ അവളെ തന്നെ പരിചയപ്പെട്ടിട്ട് കൊടുക്കും. എൻ്റെ പേരെന്ന് വെച്ചാൽ ഹയോ ലിയാങ്, അത് നിങ്ങൾക്ക് എന്നെ വേണമെങ്കിൽ ഡാൻ എന്ന് വിളിക്കാം, ഞാൻ ജനുവരിയിൽ ജനിച്ചത് കൊണ്ടാണ് എൻ്റെ പേര് ഡാൻ എന്ന്. അങ്ങനെ ഇങ്ങനെ അവളെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അവർക്ക്. ഇതേ ടൈമായിരിക്കും നമ്മളെ തൊപ്പി ചെക്കൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക. ഈ ഒരു ചെക്കനെ നമുക്ക് തൊപ്പി എന്ന് വിളിക്കട്ടെ, ഏതെങ്കിലും തൊപ്പി ഫാൻസങ്ങൾ എന്നോട് ക്ഷമിക്കണേ. അപ്പോൾ തൊപ്പി ചെക്കൻ ആണെങ്കിൽ എന്ന് വെച്ചാൽ ചെറിയ വയസ്സിൽ തന്നെ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഗ്രാജുവേറ്റഡ് ആയിട്ട് അങ്ങനത്തെ ഒരു പയ്യൻ ഉണ്ടാവില്ല, ഭയങ്കര ബുദ്ധിയുള്ള പയ്യൻ, അങ്ങനത്തെ ഒരു പയ്യനായിരിക്കും. നമ്മളെ പെണ്ണിനും അവനെ കാണുമ്പോൾ അത്ഭുതം തോന്നുന്നുണ്ട് അവർക്ക്. കാരണം ഈ ഒരു ചെറിയ പ്രായത്തിൽ ഇത്ര വലിയ അച്ചീവ്മെന്റ് കാണുന്ന ടൈം ആർക്കായാലും ഒരു അത്ഭുതം ഉണ്ടാവുമല്ലോ. അങ്ങനെ ഇവരെല്ലാവരും നമ്മളെ പെണ്ണിനെ എന്താ പറയുക, ഒരു ബേബി സിസ്റ്റർ എങ്ങനെയാ കൈകാര്യം ചെയ്യുക അങ്ങനെ ആയിരിക്കും കൈകാര്യം ചെയ്യുന്നുണ്ടാവുക. ഒരു പ്രിൻസസിനെ പോലെ അവിടെ ഇരിക്കും ഇവിടെ ഇരിക്കും അവളെ സാധനങ്ങൾ പിടിച്ചു കൊടുക്കുന്നത് അങ്ങനെയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. നമ്മളെ പെണ്ണ് ഭയങ്കര ഹാപ്പി ആയിരിക്കും. എന്നാലും അവളെ കണ്ട് നമ്മളെ ഗൂല്ലേ അവന്റെ മേത്തായിരിക്കും ഉണ്ടാവുക. നമ്മളെ പെണ്ണാണെങ്കിൽ നമ്മളെ തൊപ്പിയുടെ അപ്പുറത്തായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. മാനേജർ ആണെങ്കിൽ വന്നിട്ട് ഇവരെ ഗ്രൂപ്പിൽ നമ്മളെ പെണ്ണിന്റെ നമ്പർ എല്ലാം ചേർക്കുന്നുണ്ട് അവർക്ക്. അവളാണെങ്കിൽ എന്ത് ചെയ്യുന്നു, അവർക്ക് നമ്മളെ ഗൂനോടാണല്ലോ ക്രഷ്, അതുകൊണ്ട് അവന്റെ പ്രൊഫൈൽ എടുത്തിട്ട് ഇതുപോലെ നോക്കുന്നുണ്ട് അവർക്ക്. നിൽക്കുന്നതിന്റെ ഇടക്ക് പാവത്തിനോട് എന്തോ ഒന്ന് നെക്കി പോകുന്നുണ്ട് അവർക്ക്. പാവം അറിയാണ്ട് നെക്കിയതായിരിക്കും. അവളാണെങ്കിൽ വിചാരിക്കും ഭഗവാനെ പെട്ട് 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 എന്ന് വിചാരിക്കുന്നുണ്ട് അവർക്ക്. അങ്ങനെ പേടിച്ചോണ്ട് നിൽക്കുന്ന ടൈമായിരിക്കും നമ്മളെ ഗൂ ആണെങ്കിൽ നമ്മളെ ഷീനോട് നമ്മളെ പെണ്ണിനെ വിളിച്ചിട്ട് വരാൻ പറയുന്നുണ്ടാവുക. അവനാണെങ്കിൽ നമ്മളെ പെണ്ണിനെ വിളിക്കുന്ന ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അവർക്ക് ഫസ്റ്റ് ദിവസം തന്നെ വന്നിട്ട് അന്ന് തന്നെ തിരിച്ചു പോകേണ്ട അവസ്ഥയാണല്ലോ ഭഗവാനെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും നമ്മൾ ഗൂവിന്റെ അടുത്തേക്ക് പോകുന്നുണ്ടാവുക. ഇതുപോലെ നമ്മൾ ആരെങ്കിലും പ്രൊഫൈൽ അവരറിയാണ്ട് നോക്കണമെന്ന് വിചാരിച്ചിട്ട് ഇതുപോലത്തെ എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമന്റ് ചെയ്യണേ. അവളാണെങ്കിൽ ഗൂവിനെ കണ്ടപാട് പറയുന്നുണ്ട് അവർക്ക്, സോറി ഞാൻ ഇങ്ങനെ അറിഞ്ഞോണ്ട് ചെയ്തതല്ല, അറിയാണ്ടായി പോയതാണെന്ന്. ഗൂ ആണെങ്കിൽ എന്ത് നീ എന്നാ അറിയാണ്ട് ചെയ്തെന്ന് ചോദിക്കുക. പക്ഷെ അവളാണെങ്കിൽ ഒന്നും പറയുന്നുണ്ടാവില്ല. അവനാണെങ്കിൽ വർക്കിന്റെ എന്തോ ഒരു കാര്യം പറയേണ്ടിട്ടായിരിക്കും ഇവിടെ വിളിച്ചിട്ടുണ്ടാവും. അങ്ങനെ വർക്കിന്റെ കാര്യങ്ങളൊക്കെ പറയുന്ന ടൈമായിരിക്കും നമ്മളെ പെണ്ണിന് ആശ്വാസമാവുന്നുണ്ടാവും. അവളാണെങ്കിൽ പറഞ്ഞു ഞാൻ ഇനി മുതൽ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുന്നു പറഞ്ഞിട്ട് ഹാപ്പിയിൽ പോകുന്നുണ്ട് അവർക്ക്. സംഭവം ഇവളെ പൊക്കിയിട്ടില്ലല്ലോ, ആ ഒരു ഹാപ്പിയിലായിരിക്കും പോകുന്നുണ്ടാവുക. പക്ഷെങ്കിൽ നമ്മളെ ചെക്കനാണെങ്കിൽ എന്നേരായിരിക്കും ഫോൺ നോക്കുന്നുണ്ടാവുക. അപ്പൊ അവനാണെങ്കിൽ ചോദിക്കും, നീ എന്നാ എൻ്റെ പ്രൊഫൈലിൽ കയറിയിട്ട് ചെയ്തത്, നിന്റെ ഒരു നോട്ടിഫിക്കേഷൻ എനിക്ക് വന്നല്ലോ എന്ന് പറയുന്നുണ്ട് അവർക്ക്. നമ്മളെ പെണ്ണാണെങ്കിൽ പെട്ട് 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 ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് അവനോട് പറയും, അത് ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, അറിയാണ്ട് നിങ്ങളെ പ്രൊഫൈൽ എടുത്ത ടൈം അറിയാണ്ട് ഒരു നോട്ടിഫിക്കേഷൻ വന്നു പോയതാണെന്ന് പറയും. ഈ ടൈം അവൻ എന്ത് ചെയ്യും, അവളെ പ്രൊഫൈലിൽ ഞെക്കുന്നുണ്ട് അവർക്ക്. അവളാണെങ്കിൽ ഞെക്കല്ലേ എന്ന് പറയുന്നുണ്ട് അവർക്ക്. സംഭവം എന്നായിരിക്കും നമ്മളെ പെണ്ണിന്റെ എബോട്ട് ഉണ്ടാവില്ലേ, അത് കുറച്ച് വൾഗർ ആയിട്ടുള്ള ഒരു സംഭവമായിരിക്കും. അതായത് ഇവളൊരു മർമെയ്ഡിനെ തട്ടിയ ടൈം ആ ഒരു മർമെയ്ഡ് ആണെങ്കിൽ ഇവളെ ചന്തിക്കടിച്ചെന്ന് പറഞ്ഞിട്ടൊരു സംഭവമായിരിക്കും അവിടെ ഉണ്ടാവുക. അതുകൊണ്ടായിരിക്കും അവളാണെങ്കിൽ തൊടല്ലാന്ന് പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷെങ്കിൽ അവനാണെങ്കിൽ ഇത് കാണുന്നുണ്ട് അവർക്ക്. അവനാണെങ്കിൽ ഇത് കണ്ടിട്ട് എന്നാ പറയേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയിൽ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നാണം കെട്ടിട്ട് നിൽക്കുന്നതായിരിക്കും. അവളും അതേ അവസ്ഥയിലായിരിക്കും. അവളാണെങ്കിൽ എങ്ങനെങ്കിലും ഭഗവാൻ ഈ ഒരു ഭൂമി പടർന്നിട്ട് താഴെ പോയാൽ മതിയേനു എന്നുള്ളൊരു അവസ്ഥയിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അപ്പൊ അവനാണെങ്കിൽ ഇവളെ സാഹചര്യം കണ്ടിട്ട് അവളോട് പോയിക്കോ എന്ന് പറയുന്നുണ്ട് അവർക്ക്. അവളാണെങ്കിൽ ഭഗവാനെ ഫസ്റ്റ് ഡേ തന്നെ നാണം കെട്ടല, ഇനി എങ്ങനെ ഞാൻ ഈ ഒരു കമ്പനിയിൽ വരുമെന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ശപിച്ചോട് പോയിട്ടായിരിക്കും അവളെ സീറ്റിൽ പോയിട്ട് ഇരിക്കുന്നുണ്ടാവുക. അപ്പൊ ഈ ഒരു തൊപ്പിയില്ലേ അവനാണെങ്കിൽ നൈറ്റിൽ ഈ ഒരു ലൈവ് കാണുന്നുണ്ട് അവർക്ക്. അപ്പൊ ഈ ഒരു ലൈവിലാണെങ്കിൽ നമ്മളെ പെണ്ണ് എപ്പോ ബബിൾക്കൻ ചവച്ചോട് നിൽക്കുന്നുണ്ട് അവർക്ക്. അപ്പൊ ഇവളെ ആണെങ്കിൽ ഇവൻ അറിയായിരിക്കും, പക്ഷെ ആ ഒരു ഡേ ആണ് ഇവള് എന്നുള്ള കാര്യം നമ്മളെ ചെക്കന് അറിയില്ലായിരിക്കും. അപ്പൊ ഇവളെ കയ്യിൽ ഇപ്പൊ ഒരു ബബിൾക്കത്തിന്റെ പെട്ടി ഉണ്ട് അവർക്ക്. ഇവളാണെങ്കിൽ വന്നിരുന്നവാട് തൊപ്പിയാണെങ്കിൽ പറയും, എനിക്ക് ആ ഒരു ബബിൾക്കത്തിന്റെ പെട്ടി തരുമെന്ന് ചോദിക്കുക. അവളാണെങ്കിൽ ഇല്ല എന്ന് പറയും. അതേ ടൈം അവനാണെങ്കിൽ പറയും, എന്റെ കൈമിലത്തെ ഒരു സാധനം ഞാൻ നിനക്ക് തരാം, എന്നാ പിന്നെ നീ തരുമെന്ന് ചോദിക്കുക. അവളാണെങ്കിൽ തരുവേ ഇല്ല എന്ന് പറയും. അപ്പൊ അവനാണെങ്കിൽ പറയും, എത്ര പൈസ വേണമെങ്കിൽ നീ പറഞ്ഞു, എനിക്ക് ആ ഒരു പെട്ടി മാത്രം മതി, പ്ലീസ് താടി എന്ന് പറയുന്നുണ്ട് അവർക്ക്. പക്ഷെ നമ്മളെ പെണ്ണാണെങ്കിൽ
എന്നിട്ട് കൊടുക്കാൻ തയ്യാറാവുന്നുണ്ടാവില്ല. ഇത് കാണുന്ന ടൈം അവനാണെങ്കിൽ സങ്കടാവുന്നുണ്ടാവും ഒരിക്കൽ. എന്നിട്ട് അവനാണെങ്കിൽ ബെഗ് ചെയ്തിട്ട് ചോദിക്കും, പ്ലീസ് ആ ഒരു ഐഡിയോളിന് എനിക്ക് ഭയങ്കര ഇഷ്ടം, നീ എനിക്ക് താന്ന് പറയുന്നുണ്ടാവും ഒരിക്കൽ. പക്ഷേങ്കിൽ നമ്മളെ പെണ്ണാണെങ്കിൽ കൊടുക്കാൻ തയ്യാറാവുന്നേ ഉണ്ടാവില്ല. അപ്പോൾ ഓൾറെഡി ഈ ഒരു തൊപ്പിക്ക് ഇവളോട് ഒരു ദേഷ്യം വരുന്നുണ്ടാവും ഒരിക്കൽ. അതേ ടൈം ആയിരിക്കും അവൻ്റെ അപ്പുറത്തിരിക്കുന്ന ചെക്കനാണെങ്കിൽ പറയുന്നുണ്ടാവുക, നീ ഇങ്ങനെ ന്യൂ കമറല്ലേ, അതുകൊണ്ട് നീ നമുക്ക് എല്ലാവർക്കും ഇന്ന് രാത്രി ഡിന്നർ വാങ്ങി തരണം, ഇത് ഈ ഒരു ഓഫീസിന്റെ റൂൾ ആണെന്ന് പറയേ. അതേ ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ ചോദിക്കും, നിങ്ങൾക്കെല്ലാം എന്നാ തിന്നാൻ ഇഷ്ടം എന്ന് ചോദിക്കുക. അതേ ടൈം തൊപ്പിയാണെങ്കിൽ ഒരു ട്രിക്ക് എടുക്കും. അവനാണെങ്കിൽ പറയും, നീ എന്തിനാ നമ്മളെ ഇഷ്ടങ്ങൾ നോക്കുന്നത്, നമ്മളെ ഇഷ്ടങ്ങൾ നീ നോക്കേണ്ട ഒരാവശ്യമില്ല, നീ ആണെങ്കിൽ നോക്കേണ്ടത് നിന്റെ ബോസ് ആയിട്ടുള്ള ഗൂന്റെ ഇഷ്ടമാണ്, അവനിങ്ങനെ സ്പൈസി ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് നീ ഇങ്ങനെ സ്പൈസി ഫുഡ് ഓർഡർ ചെയ്യും, ഉറപ്പായിട്ട് അവൻ നിന്നിൽ ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആവും എന്ന് പറയേ. അപ്പൊ അതേ ടൈം അപ്പുറത്തിരിക്കുന്ന ചെക്കനാണെങ്കിൽ ഇതിലെന്തോ ഉടായ്പുണ്ടെന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ട് അവർക്ക്. പക്ഷേ അവനാണെങ്കിൽ എന്നേരം ഒന്നും പറയുന്നുണ്ടാവില്ല. നമ്മളെ ഡേ പെണ്ണാണെങ്കിൽ ഭയങ്കര ഹാപ്പിയായി, കാരണം ഫുഡ് കൊടുത്തിട്ട് നമ്മളെ ഗൂനെ ഇംപ്രസ് ചെയ്യാലോ, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലായിരിക്കും അവിടെ ഉണ്ടാവുക. അപ്പൊ ഇതേ ടൈം അപ്പുറത്തിരിക്കുന്ന ചെക്കൻ തൊപ്പിനോട് പറയുന്നുണ്ട് അവർക്ക്, എടാ നമ്മളെ ബോസിന് ഇങ്ങനെ സ്പൈസി ഫുഡ് ഇഷ്ടമല്ലല്ലോ, നിനക്കിങ്ങനെ ബോസിന്റെ പേടിയൊന്നും ഇല്ലേന്ന്. അപ്പൊ തൊപ്പിയാണെങ്കിൽ ഇപ്പഴും മിണ്ടാടുക്ക്, അവക്കൊരു പണി ഞാൻ കൊടുത്തിട്ടേ ആവുള്ളൂ എന്ന് പറയുന്നുണ്ടാവും. നമ്മളെ തൊപ്പി ആള് ചില്ലറക്കാരനല്ല. ഇവരെല്ലാരും കൂടിയിട്ട് ഒരു റെസ്റ്റോറന്റിൽ പോകുക. നമ്മളെ പെണ്ണാണെങ്കിൽ ഗൂനെ നോക്കിക്കൊണ്ടായിരിക്കും സ്പൈസി ഫുഡ് ആണെങ്കിൽ ഓർഡർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഗൂ ആണെങ്കിൽ ഇതെല്ലാം കേൾക്കുന്നുണ്ട് അവർക്ക്. പക്ഷേ അവർക്ക് സങ്കടമാകണ്ടെന്ന് വിചാരിച്ചിട്ട് എന്നാന്ന് അറിയില്ല, അവനാണെങ്കിൽ ഒന്നും മറുത്ത് പറയുന്നുണ്ടാവില്ല. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കാനിരിക്കുന്ന ടീം ഇവളാണെങ്കിൽ ഗൂനെ തന്നെ നോക്കുക. ഗൂ ആണെങ്കിൽ എല്ലാം സ്പൈസി ഫുഡ് ആയതുകൊണ്ട് തന്നെ സ്പൈസി ഇല്ലാത്ത എന്തോ ഒന്ന് എടുത്തിട്ട് തിന്നുന്നുണ്ടാവും ഒരിക്കൽ. എന്നിട്ട് അവനാണെങ്കിൽ പിന്നെ എടുക്കാൻ നോക്കുന്ന ടൈം ഇവളെ മൈൻഡിൽ എന്നാ ഇവൻ ഇങ്ങനെ സ്പൈസി ഫുഡ് ഇഷ്ടമെന്നല്ലേ, അതുകൊണ്ട് അവൾ തിരിച്ചിട്ട് സ്പൈസി ഫുഡ് ഇവന്റെ മുന്നിൽ കൊണ്ടുവെക്കുന്നുണ്ട് അവർക്ക്. ഇവനാണെങ്കിൽ അത് തിന്നാൻ പറ്റാണ്ട് വേറെയും തിരിച്ചിട്ട് വേറൊന്നും എടുക്കാൻ നോക്കുന്നുണ്ട് അവർക്ക്. ഇവള് പിന്നെയും തിരിച്ചിട്ട് സ്പൈസി ഫുഡ് വെക്കുന്നുണ്ട് അവർക്ക്. ഇവനാണെങ്കിൽ ഭഗവാനെ ഞാൻ ഇനി എന്നാ ചെയ്യേണ്ടത്, ഇവളോട് ഞാൻ എന്നാ പറയേണ്ടത്, അങ്ങനത്തെ ഒരു ഭാവത്തിൽ നിൽക്കുന്ന ടൈം ആയിരിക്കും ഇവരെ വേറൊരു സ്റ്റാഫ് ആണെങ്കിൽ നമ്മളെ പെണ്ണിനോട് പറയുന്നുണ്ടാവുക, ഗൂ ആണെങ്കിൽ ഇങ്ങനെ സ്പൈസി ഫുഡ് തിന്നൂല, അതുകൊണ്ട് വെറുതെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് കളിച്ചിട്ട് ഒരു കാര്യമില്ല എന്ന് പറയേ. അങ്ങനെ നമ്മളെ പെണ്ണാണെങ്കിൽ പറയും, ഓ അങ്ങനെയാണോ, ഞാൻ അത് അറിയില്ലേനു, എന്നാ പിന്നെ ഞാൻ വേറെ എന്തെങ്കിലും ഓർഡർ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് അവൾ അകത്തേക്ക് പോകാൻ നോക്കുന്നുണ്ട് അവർക്ക്. ഗൂ ആണെങ്കിൽ പറയും, ഒന്നും ഓർഡർ ചെയ്യേണ്ട, എനിക്കൊന്നും വേണ്ട, ഞാൻ ഇങ്ങനെ പോയിട്ട് ബില്ല് പേ ചെയ്തിട്ട് വരുന്നെന്ന് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പോകുന്നുണ്ട് അവർക്ക്. നമ്മളെ പെണ്ണ് എന്തായാലും തൊപ്പിനോട് ദേഷ്യം പിടിക്കുമല്ലോ. അപ്പൊ തൊപ്പിയാണെങ്കിൽ പറയും, ഞാൻ നിന്റെ കൂടെ ആ ഒരു ബബിൾ കൂലെ അതിന് വേണ്ടിയിട്ട് എത്ര കെഞ്ചി ചോദിച്ചിട്ട് എന്റെ ലൈഫിൽ ഞാൻ ആരടുത്ത് ഇതുപോലെ യാചിച്ചിട്ടില്ല, എന്നിട്ടും നീ തന്നിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു പണി നിനക്ക് തന്നേന്ന് പറയേ. നമ്മളെ പെണ്ണിന് ഇത് കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടമാവും. നമ്മളെ പെണ്ണാണെങ്കിൽ താഴോട്ടേക്ക് സങ്കടത്തിലായിരിക്കും വരുന്നുണ്ടാവുക. അതേ ടൈം ഷീ ആണെങ്കിൽ പറയും, നീ സങ്കടപ്പെടേണ്ട ഒരാവശ്യമില്ല, ഞാൻ ഒരു ട്രിക്ക് എടുക്കാമെന്ന് പറയേ. എന്നിട്ട് അവനാണെങ്കിൽ ഗൂനോട് പറയും, എടാ ഇവക്കാണെങ്കിൽ വയറ് ഫുള്ളായിട്ടില്ല, നീ ആണെങ്കിൽ ഫുഡും കഴിച്ചിട്ടില്ലല്ലോ, രണ്ടാളും മേലെ പോയിട്ട് എന്തെങ്കിലും ഫുഡ് കഴിച്ചോ എന്ന് പറയേ. അപ്പൊ ഗൂ ആണെങ്കിൽ പറയും, ഇവള് 2 പ്ലേറ്റ് ചോറ് തിന്നുന്നത് ഞാൻ കണ്ടതാണല്ലോ എന്ന് പറയേ. അതേ ടൈം ഷീ ആണെങ്കിൽ പറയും, അവള് കുറച്ച് കുഞ്ഞാണെങ്കിൽ കൂടി അവളെ വയറ് വലുതാണെന്ന് പറയാം. അപ്പൊ അവളാണെങ്കിൽ എന്റെ വയറ് വലുതാണെന്ന് പറയുന്നുണ്ട് അവർക്ക്. ഇത് കാണുന്ന ടൈം ഗൂനും ചിരി വരും. ആണെങ്കിൽ ഇവൻ എന്നാ ഇഷ്ടം അറിയുന്നുണ്ടാവില്ലേ. അവളാണെങ്കിൽ എല്ലാ ഫുഡ് കോർട്ടിലും പോകുന്നുണ്ട് അവർക്ക്. പക്ഷേ ഇവനാണെങ്കിൽ ഒന്നും പിടിക്കുന്നുണ്ടാവില്ല. ഇവക്കാണെങ്കിൽ അവിടുത്തെ ഫുഡെല്ലാം കണ്ടിട്ട് വായിന്ന് വെള്ളം വരുന്നുണ്ട് അവർക്ക്. പക്ഷേ എന്ത് ചെയ്യാനാ, ഇവന്റെ കൂടി ആയി പോയത്. അങ്ങനെ അതേ ടൈം ആയിരിക്കും നമ്മളെ ഷീ ആണെങ്കിൽ വിളിച്ചിട്ട് ഇവളോട് പറയുന്നുണ്ടാവുക, ഞാൻ നിന്നോട് പറയാൻ മറന്നുപോയി, അവനാണെങ്കിൽ മിൽക്ക് ഷേക്ക് ഭയങ്കര ഇഷ്ടമാണ്, അത് മാത്രമല്ല അതിൽ കുറേ മധുരം വേണമെന്ന് പറയേ. അങ്ങനെ അവളാണെങ്കിൽ, അതായത് ഇവരെ രണ്ടാളും തിരിച്ചു പോകാൻ നോക്കിയതായിരിക്കും. പക്ഷേ അവളാണെങ്കിൽ എന്നെയും കൂട്ടിയിട്ട് പോയിട്ട് അവന് ഇഷ്ടമുള്ള മിൽക്ക് ഷേക്ക് വാങ്ങിക്കൊടുക്കുന്നുണ്ട് അവർക്ക്. അവനാണെങ്കിൽ അവളോട് കഴിച്ചോ എന്ന് പറയുന്നുണ്ട് അവർക്ക്. പക്ഷേ അവളാണെങ്കിൽ പറയും, നിനക്കല്ലേ ഇഷ്ടം, നീ കഴിച്ചോന്ന് പറയും. രണ്ടാളും കൂട്ടിയിട്ട് നടന്നു പോകുന്ന ടൈം അവനാണെങ്കിൽ അവളോട് ചോദിക്കും, നിന്നെ ആരെങ്കിലും ബുള്ളി ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുക. അതേ ടൈം അവളാണെങ്കിൽ ഇല്ലാന്ന് പറയാ. അപ്പൊ അവനാണെങ്കിൽ മനസ്സിലാവുന്നുണ്ട് അവർക്ക്. അവനാണെങ്കിൽ പറയും, മുതൽ നീ ചെയ്യാത്ത തെറ്റിന് നീ ആരടുത്തും സോറി ചോദിക്കേണ്ട ആവശ്യമില്ല, അത് മാത്രമല്ല അവന്മാർ ആരെങ്കിലും നിന്നെ ബുള്ളി ചെയ്യുന്നുണ്ടെങ്കിൽ നീ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞാൽ മതി, ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്തോളൂ എന്ന് പറയേ. ഇത് കേൾക്കുന്ന ടൈം നമ്മളെ പെണ്ണിന്റെ കുഷി ഞാൻ പറയണ്ടല്ലോ, അവള് ഭയങ്കര ഹാപ്പി ആയിരിക്കും. അപ്പൊ ഈ ഒരു സീനോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇനി എന്തെല്ലാം വരാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടറിയാം. അപ്പൊ അധികം ഒന്നും പറയാണ്ട്